മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ സ്വന്തം പാർട്ടിയിൽ പോലും ആലോചിക്കാതെ PM-ശ്രീ കരാർ ഒപ്പുവെച്ചത് മഹാപാരിയായിപ്പോയി. അവസാനം മുന്നണിയിലെ താരതമ്യേന ചെറിയ കക്ഷിയായ CPI-യുടെ മുമ്പില് മുട്ടുകുത്തേണ്ടി വന്നു, കീഴടങ്ങേണ്ടി വന്നു. നമ്മളെപ്പോഴും അവരെ ഒന്ന് ഒതുക്കി നിർത്തിയിരുന്നതാ. ഇത്തവണ പറ്റിയില്ല. ഇപ്പൊ നമ്മൾ 10,000 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുക. അതുപോലെ തന്നെ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുക. ഇത് രണ്ടും വേറെ പാരകളാകുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 10 വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്, അല്ലെങ്കിൽ അതിലാക്കാക്കിയാണ് ഇപ്പോൾ ഈ 10,000 കോടി രൂപയുടെ പുതിയ ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചതും കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതും. രണ്ടും പുലിവാലാകുന്ന ലക്ഷണമാണ് കാണുന്നത്. കാരണം ഈ 10,000 കോടി രൂപയുടെ ക്ഷേമ പദ്ധതികൾ അത് നടപ്പാക്കണേ 10,000 കോടി രൂപ വേണം. 5ന്റെ കാശ് ഖജനാവിലില്ല. ഇപ്പൊ നമ്മൾ സഹകരണ സംഘങ്ങളെ കൊള്ളയടിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്.